അപ്പം ഹലോ, എൻ്റെ പേര് മീനാക്ഷി, ഇതെൻ്റെ അമ്മയാണ് വൃന്ദ. അപ്പം ഞാൻ ദിവസേന എൻ്റെ റുട്ടീൻ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ എന്നും രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എന്നും എഴുന്നേക്കും. എൻ്റെ മുത്തറ തള്ളണ്ടായിരുന്നു, ഞാൻ 7 പറഞ്ഞാൽ പോരായിരുന്നു, ഒരു 9 അപ്പം ആരായാലും അതിൻ്റെ 5 മണിക്ക് അപ്പം അങ്ങനെ. അപ്പം രാവിലെ ഞാനൊരു 5 മണിയാകുമ്പം ഞാൻ എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ സൂര്യ നമസ്കാരം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അപ്പോഴത്തേക്കും ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അമ്മ എഴുന്നേക്കാറില്ല, അമ്മ കിടക്കുമായിരിക്കും. അപ്പം കിടക്കുമായിരിക്കും. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കും. രാവിലെ തന്നെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് വന്ന് ഞാനാണ് അടുക്കള കയറി എല്ലാം ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ചായ ഇടും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് കൈയെടുത്ത് കഴിക്കും. നമ്മൾ 2 പേരുടെ ആയിരുന്നു കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അമ്മ വർക്കിന് പോകും. അപ്പം പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് കറികളെല്ലാം വെച്ച് ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. കട ഷോപ്പ് തൊട്ടപ്പുറത്താണ്. അപ്പം കടയിൽ കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കും. കുറച്ച് നേരം ഫോണൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ അധികം ഫോൺ യൂസ് ചെയ്യുന്ന ഒരാളെ അല്ല. അമ്മ ഏത് സമയം നോക്കിയാലും ഫോണിലാണ്. അമ്മയ്ക്ക് എപ്പോഴും ന്യൂസ് കാണണം, അമ്മ സീരിയലൊക്കെ കാണുന്നതാണ്. അപ്പം അമ്മോ, നീ എന്നെ ഇങ്ങനെ മതിക്കണ്ടായിരുന്നു കേട്ടോ, കൊല്ലാപ്പ സീരിയൽ കണ്ടിയത് എന്തുകൊണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ കാണും, സീരിയലൊക്കെ അമ്മ കാണും. അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പേര് പറയാനല്ലേ പ്ലീസ്. എന്തായിരിക്കും. അപ്പം അതിന് ശേഷം പിന്നെ രാത്രിയിലും ഞാനാണ് വീട് ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര വൃത്തിയായിട്ട് കിടക്കണം എല്ലാവരും. അതുപോലെ ഞാൻ എപ്പോഴും തൂത്ത് തുടച്ച് എപ്പോഴും ഇടുന്നത്. വീണ്ടും മേല് കഴുകും. വൈകിട്ട് 2 വട്ടം ഞാൻ കുളിക്കും. അപ്പം അങ്ങനെ മേല് കഴുകിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് ചായയൊക്കെ ഇട്ട് വെക്കും. എന്നിട്ട് അമ്മേനെ കാത്തിരിക്കും. അമ്മ വരുന്നതും കാത്തിരിക്കും. ചായ എല്ലാം ഇട്ട് വെച്ചിട്ട് അപ്പോഴത്തേക്കും അമ്മ വരും. അമ്മ വന്നിട്ട് അപ്പം അമ്മയ്ക്ക് ചായ വെച്ച് കൊടുക്കും. ഞങ്ങൾ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് രാത്രി ഇന്നത്തേക്കുള്ള ചോറ് ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടാവും. അതും ഞാനെല്ലാം വിളമ്പി അമ്മയ്ക്ക് ഞാൻ കയ്യിലാണ് കൊണ്ട് കൊടുക്കുന്നതല്ല. ചോറ് 2 പേരോട് ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ അത്രയേ ഉള്ളൂ. ബൈ.